ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരൂർ പോളിടെക്നിക് കോളേജിൽ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SSM പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ PI സ്വാഗതം പറഞ്ഞു. ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ചെയർമാൻ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷതയിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. മുൻ ചന്ദ്രിക എഡിറ്റർ CP സൈദലവി അനുസ്മരണ പ്രഭാഷണം നടത്തി. മേജർ K അമീർ അലി, ഡയറക്ടർ സെൽഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ചു. ഷാജിൽ അമീർ VV, സെക്രട്ടറി സ്റ്റാഫ് കൗൺസിൽ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവും പ്രകൃതിയെയും വായനയെയും നെഞ്ചിലേറ്റിയ പിന്നോക്ക വിഭാഗക്കാരുടെ ശബ്ദമായിരുന്ന മഹാനായ നേതാവ് മർഹൂം കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായി ഇതിനെ മാറ്റാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമ്മളോടൊപ്പം നിന്ന പ്രശസ്തനായ നമ്മുടെ കുട്ടി അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു വാഗ്മിയെയാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ളത്. കുട്ടി അഹമ്മദ് സാഹിബിനെ പറ്റി വളരെ നല്ല രീതിയിൽ ഏറ്റവും അദ്ദേഹത്തിനെ പറ്റി പറയാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് CP സൈദലവി സാഹിബ്. പ്രിയങ്കരനായ കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. സമരസപ്പെട്ട് നിൽക്കാൻ കഴിവുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹത്തെ അടുത്തു പരിചയപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോ അത്ര കണ്ടാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടെങ്കിൽ പോലും കുറച്ചു നേരം സംസാരിക്കാൻ, കുറച്ചു നേരം അധികവുമായി ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ വായിച്ചെടുക്കാൻ അവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഏറ്റവും പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായി പഴയ ഒരു തലമുറ അങ്ങേ തലക്കെയുള്ള സംഭവങ്ങൾ പലതും എടുത്തു പറയാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ വായിച്ച് ഉൾക്കൊണ്ട മനോമുഖരത്തിൽ നിന്ന് അത് പെറുക്കിയെടുത്ത് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ വായിക്കുന്നുണ്ടാകും, വായിച്ചത് നാളേക്ക് മറക്കും ചിലപ്പോൾ. എന്നാൽ അദ്ദേഹം വായിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ അകത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വിജ്ഞാന കോശം കണക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ചങ്ങാതിയായി, എന്നാൽ നമ്മുടെ നേതാവായി, നമ്മുടെ സഹപ്രവർത്തകനായി, നമ്മുടെയൊക്കെ കൂട്ടുകാരനായി തന്നെ നമ്മുടെ ഇടയിൽ അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. 1953 ജനുവരി 15 കുട്ടിയാനക്കടവത്ത് സൈതാലിക്കുട്ടി മാസ്റ്ററുടെയും കുഞ്ഞിപ്പാത്തുമ്മ ഹജുമ്മയുടെയും മകനായി മലപ്പുറം ജില്ലയിലെ തീരദേശ പ്രദേശമായ താനൂരിൽ ജനനം. താനൂരിലെ ദേവദാന സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരളത്തിലെ അലീഗഡായിട്ടുള്ള ഫാറൂഖ് കോളേജിൽ നിന്നും BSc സുവോളജിയിൽ ബിരുദ പഠനം പൂർത്തിയാക്കി കോളേജിലെ ദൈക്ഷണിക മുഖമായി മാറി. കലാലയ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യത്തിലും കലയിലുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ജീവിതത്തിലുള്ള. പ്രിയങ്കരനായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. വിശദമായി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി CP സൈദലവി ഇവിടെ എത്തിക്കഴിഞ്ഞു. താനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, MLA ആയി, മന്ത്രിയായി. കുട്ടി അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഈ പദവികളൊക്കെ അധികാരത്തിന് വേണ്ടിയല്ല അദ്ദേഹം ഉപയോഗിച്ചത്. വളരെ ജനകീയമായി, സാധാരണ രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നതിനപ്പുറമായി പരന്ന വായനയോടുകൂടി ഏതൊരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് 1994 ഞാൻ ഓർക്കുന്നത്, വളരെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അദ്ദേഹം അന്ന് ജസ്റ്റ് MLA യുമായ കാലഘട്ടത്തിൽ
ഏതൊരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ വളരെ അഗാധമായ ജ്ഞാനം ആ വിഷയത്തിനെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിസ്ഥിതി, പൊതുപ്രവർത്തനം, താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനം. ഞാനിപ്പോൾ ഓർക്കുകയാണ്, തിരുരങ്ങാടി MLA ആയിരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയെക്കുറിച്ച് അന്ന് സംസാരിക്കാനുണ്ടായിരുന്ന കുട്ടിയാം സാഹിബ്. സിരി സാഹിബിൻ്റെ സ്മാരകമായി കോളേജ്, പോളിടെക്നിക് കോളേജ് സ്ഥാപിക്കുമ്പോൾ അന്ന് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ CH മുഹമ്മദ് കോയ സാഹിബും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പിതാവിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് തിരൂർ നഗരത്തോട് ചേർന്ന് ഭൂമി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പല ലോകങ്ങളിലും എൻജിനീയർമാരായും ടെക്നിക്കൽ വിദഗ്ധരായിട്ടുമൊക്കെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പേരെ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്. അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഇന്ന് നിങ്ങളിൽ തന്നെ പലർക്കും ഇങ്ങനെ ഒരു അഡ്മിഷൻ ഇത്ര ഉന്നത നിലവാരമുള്ള, ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നത നിലവാരമുള്ള, ഇവിടെ 3 സ്ഥാപനങ്ങൾ പറഞ്ഞു, അതിലൊന്നിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഇടയാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മൾ ഈ പറയുന്ന കുട്ടി അഹമ്മദ് കുട്ടി സാഹിബും അദ്ദേഹത്തിൻ്റെ പിതാവും പിന്നെ അവരോട് ചേർന്ന് നിന്ന അന്നത്തെ പൗരസമൂഹവും ജനനേതാക്കളുമാണ്. ഒന്ന്, നിങ്ങളുമായി, കുട്ടികളുമായി ഇദ്ദേഹം ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടെയാണ്. അത് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ ഭാവി എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് താരതമ്യം ചെയ്യാൻ കഴിയും. അവിടെയാണ് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സൈതാലിക്കുട്ടി മാസ്റ്റർ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വലിയ കോടികളുടെ ആസ്തിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് തൊട്ടേ ചെയ്തു പോന്ന ഈ ദാനധർമ്മങ്ങളുടെ ഊക്കുകൊണ്ട് അദ്ദേഹത്തിന് പിൽക്കാലത്ത് അത് തുടരേണ്ടി വന്നു. തുടർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ സമ്പാദിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായ കാര്യങ്ങൾ ഇവിടെ കണ്ടു. നിങ്ങൾ മന്ത്രിയായപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹം വളരെ സൗമ്യനാണ്. വളരെ കുറഞ്ഞ മിതമായ സ്വരത്തിലെ സംസാരിക്കുകയുള്ളൂ. കുട്ടി സാഹിബിനെ കുറിച്ച് വളരെ വിശദമായി നിങ്ങളുടെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബും അതുപോലെ നമ്മുടെ ചെയർമാനും അതേപോലെ CP സൈദലിയും ഒക്കെ വളരെ വിശദമായി നിങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടി. ഒരു മാതൃക, ഒരാൾ എങ്ങനെയായിരിക്കണം ജീവിക്കണം, അതുപോലെ ആ രീതിയിലേക്ക് വളർന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ഈ ഇരിക്കുന്ന അധ്യാപകരുടെ ഭൂരിഭാഗം അധ്യാപകരുടെയും അപ്പോയിൻമെന്റ് ഓർഡറുകളിൽ വരെ ഒപ്പിട്ട ഈ പോളിടെക്നിക്കിന് ഒരുപാട് സമ്മാനിച്ച ഒരുപാട് ബിൽഡിങ്ങുകൾ, അതുപോലെ മീഡിയ ന്യൂസ് തിരൂർ.